പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമുക്ക് ചുറ്റും ചില മനുഷ്യരുണ്ട്. ജീവിക്കാൻ മറന്നുപോയവരാണവർ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മെഴുകുതിരി നാളം പോലെ സ്വയം മുരുകിത്തീർന്ന് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ കൂടെ നിന്നപ്പോൾ സ്വയം ജീവിക്കാൻ മറന്നുപോയവരാണവർ. കാറ്റുവിട്ട് തീക്കാറ്റ് തേടിയ മരുപ്പച്ച കണ്ട് കുളിരുമാറിയിട്ടില്ലാത്ത കണ്ണുകളിൽ നിന്ന് മരുഭൂമിയുടെ ഊഷ്മതയിലേക്ക് പറിച്ചു നടപ്പെടേണ്ടി വന്നവരാണവർ. തന്റെ യൗവനകാലം കഴിഞ്ഞ് സ്വപ്നം കണ്ടു തുടങ്ങുന്ന പ്രായത്തിൽ സ്വപ്നങ്ങളെല്ലാം എണ്ണിച്ചുരുക്കി നാട്ടിൽ പണയം വെച്ചുകൊണ്ട് തന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാരാബ്ധങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കാൻ കടല് കടന്നു വന്നവരാണവർ. അലാറം വെച്ചുറങ്ങാൻ വിധിക്കപ്പെട്ട ജീവിതത്തിന്റെ നല്ലോർമ്മകൾ സ്വപ്നങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയ, നാട്ടിലെ നല്ല പരിപാടികളെല്ലാം അന്യമായി പോയ, ഓണവും അതുപോലെ നബിദിനവും ക്രിസ്മസുമെല്ലാം തൻ്റെ അടച്ചിട്ട മുറിയിൽ മാത്രം ഒതുക്കി വെച്ച് ജീവിതത്തിന്റെ തീഷ്ണമായ വെയിലിനോട് പൊരുതി കഠിനമായ തണുപ്പിനെ അതിജീവിച്ച് ആരോടും പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ തൻ്റെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി വെച്ച് മറ്റുള്ളവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ സ്നേഹത്തോടുകൂടി അനുകമ്പയോടുകൂടി സംസാരിക്കുന്ന സാമൂഹിക ജീവികളാണ് പ്രവാസികൾ. പ്രിയപ്പെട്ടവരെ, പാവങ്ങളാണ്, ചേർത്ത് നിർത്തിയേക്കണം. നമ്മുടെ വീടുകളിലെല്ലാം ഓരോ പ്രവാസികളും കാണും. ഓരോ പ്രവാസിക്കും ഈ നാട് വികസിച്ചതിൻ്റെ കഥ പറയാനുണ്ട്. ഓരോ അമ്പലവും പൊങ്ങിയതിൻ്റെ, വിയർപ്പിൻ്റെ അംശത്തിൻ്റെ, ജീവന്റെ ഒരു കണികയെങ്കിലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ പള്ളിയും ഓരോ ദേവാലയങ്ങളും നമ്മുടെ നാടുകളിൽ കാണുന്ന ഓരോ കെട്ടിട സമുച്ചയങ്ങളും ഈ പ്രവാസികളുടെ കൂടി സംഭാവനയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാസികളെ മറന്നുപോകാതെ എന്നും ആതുരാലയത്തിലേക്ക് പോകേണ്ടി വരുന്ന പ്രായത്തിൽ, അതേ രോഗങ്ങളുമായി തിരിച്ചു വരുന്ന സമയത്ത് അകറ്റി നിർത്താതെ പ്രിയപ്പെട്ടവരുടെ നല്ലോർമ്മകളിൽ നമ്മോടൊപ്പം നിന്ന ആ സമയങ്ങൾ ഓർത്തുകൊണ്ട് അവരെയും നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ദിവസങ്ങൾ അവർക്ക് വേണ്ടിയും പകരം നൽകാൻ നമുക്ക് കഴിയണം. അങ്ങനെ പകരം നൽകുന്നവരുടെ കൂട്ടത്തിൽ നാമും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വാക്കുകൾക്ക് വിടാം.